പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കിഡിലും ക്വസ്റ്റ്യൻ ആണ്, പല ആളുകൾക്കും അറിയാത്തൊരു ടോപ്പിക്കാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. x² - 2 എന്ന് പറയുന്നത് എക്സ് അല്ലെ, ഈ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാം. x² - 9 x² - 9 എന്ന് പറഞ്ഞാൽ x² - 3² ഈക്വൽ ആണ്. a² - b² എന്ന് പറഞ്ഞാൽ a+b × a - b ആണ്. സോ ഇതാണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ. ചോദ്യം എങ്ങനെയാണ്? റൈറ്റ് ദ ഫോളോയിങ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഈ രണ്ടാം കൃതി ബഹുപദത്തെ 2 ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതുക ആയി. ഇനി ഇതിന്റെ സൊല്യൂഷൻ അഥവാ പരിഹാരം കൂടി ചോദിച്ചാൽ ഒരു പണിയില്ല. +3 നേരെ ഓപ്പോസിറ്റ് എടുക്കുക, -3 നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ഇതാണ് സൊല്യൂഷൻ അഥവാ എക്സ് ആക്സിനെ. ഇനി ഇതേ ചോദ്യം എക്സ് ആക്സിനെ മുറിച്ച് കിടക്കുന്ന പോയിന്റ് ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? -3,0 3,0. കാരണം എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റിൽ y എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം 3 ചോദ്യങ്ങളാണ് ഒറ്റ എക്സാമ്പിളിലൂടെ നിങ്ങൾ പഠിച്ചത്. ഇതുപോലെ 2 ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ബാക്കി 2ത്തിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് x² - 2. അപ്പോൾ x² - 2 ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റില്ല. കാരണം 3ന്റെ സ്ക്വയർ പോലെ നമുക്ക് 2നെ എഴുതാൻ പറ്റില്ല. പക്ഷേ x² - 2നെ നമുക്ക് √2ന്റെ സ്ക്വയർ ആക്കി എഴുതാൻ പറ്റും. അഥവാ √9ന്റെ സ്ക്വയർ ആണല്ലോ 3 അല്ലേ? അപ്പോൾ അതേപോലെ √2ന്റെ സ്ക്വയർ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? x + √2 × x - √2 ആണ്. അപ്പോൾ ഇതുപോലെ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളോ ഇനിയല്ലേ കറക്റ്റ് റൂട്ട് കിട്ടാത്തത് വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. സോ ഇതിൽ നിന്ന് നമുക്ക് ഇതാണ്, ഇത്ര ചെയ്താൽ ഫുൾ മാർക്കാണ്. ഈ ചോദ്യത്തിന് ഫുൾ മാർക്കാണ്. ഇനി എക്സിന്റെ സൊല്യൂഷൻ ഏതെന്ന് ചോദിച്ചാൽ -√2 + √2. ഇനി എക്സ് ആക്സിനെ മുറിച്ച് കിടക്കുന്ന പോലെ ചോദിച്ചാൽ വൈക്ക് 0 കൊടുക്കുക, -√2,0 √2,0. ഇതുപോലെ ബാക്കിയുള്ള 2 ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ കിഡിലും ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.